കണ്ണൂരിൽ നിന്നും മനു ഭരത്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. മനു, കണ്ണൂരിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സംസ്ഥാനത്ത് 6 ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്ന് കണ്ണൂരാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ ഇപ്പോഴുള്ള വീട് കയറിയുള്ള വോട്ട് ചോദിക്കലൊക്കെ നടക്കുന്നത്? എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികളുള്ളത്? ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണം അതെങ്ങനെ പുരോഗമിക്കും? നമ്പർ 10, 100 സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രധാനമായും വോട്ടർമാരെ കണ്ട് അവരുടെ അനുഗ്രഹം വായിക്കുക എന്നൊക്കെയുള്ള രീതിയാണ് പൊതുവെ അവലംബിക്കുന്നത്. വോട്ട് ചോദിക്കൽ അങ്ങനെ ഒരു പരസ്യപ്രചരണം എന്ന രീതിയിൽ ഇല്ല. പക്ഷേ ആളുകളെ കാണുകയും അവരോടൊപ്പം അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നൊക്കെയുള്ള തരത്തിൽ സ്ഥാനാർത്ഥികൾ ഇവിടെ കണ്ണൂരിൽ പ്രചരണം നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായുള്ള നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂർ ജില്ലാ കലക്ടർ എല്ലാ അർത്ഥത്തിലും കണ്ണൂർ ജില്ല മുഴുവൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് എന്ന് വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ കാസർഗോഡിന്റെയും ഒപ്പം വടകര മണ്ഡലത്തിന്റെയും ഭാഗങ്ങൾ കണ്ണൂർ ജില്ലയിൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 11 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. അതിൽ 21,16,876 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ കൂടുതലും അതിൽ വലിയൊരു പങ്ക് സ്ത്രീകളുണ്ട്. 10 ലക്ഷത്തിലധികം വോട്ടർമാർ സ്ത്രീകളാണ്. 8 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ജില്ലയിൽ ആകെ 1866 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല ഇവിടെ 283 മൈക്രോ ഒബ്സർവർമാരെ ജില്ലയിൽ നിയമിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഇടങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. എല്ലാ ഘട്ടങ്ങളിലും എല്ലായിടത്തും ഈ വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. അതുപോലെ പ്രശ്നസാധ്യത ബൂത്തുകളിൽ പുറത്തും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 2371 ബാലറ്റ് യൂണിറ്റുകളാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സാമഗ്രികളുടെ വിതരണത്തിനായി 11 കേന്ദ്രങ്ങൾ ജില്ലയിൽ പല ഇടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി സംഘങ്ങൾ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഈ ഇരിക്കൂർ മണ്ഡലത്തിൽ കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അഴീക്കോട് മണ്ഡലത്തിന്റേത് പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലും, കണ്ണൂർ മണ്ഡലത്തിന്റേത് ഞാൻ നിൽക്കുന്ന ഈ കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ധർമ്മടം മണ്ഡലത്തിന്റേത് തോട്ടട NS ട്രസ്റ്റിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെയാണ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. പേരാവൂർ മണ്ഡലത്തിൽ തുണ്ടിയിൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലും, വടകര ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന തലശ്ശേരി നിയോജക മണ്ഡലത്തിലേത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും, കൂത്തുപറമ്പ് മണ്ഡലത്തിലുള്ളത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലുമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തുന്നത്. വോട്ടർമാർക്ക് തടസ്സമില്ലാതെ സ്വതന്ത്രമായി അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നത് വ്യക്തമാക്കുന്നു. 85 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വീടുകളിലെത്തി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. അത് കൂടുതൽ ആളുകളും ഫലപ്രദമായി വിനിയോഗിച്ചിരിക്കുന്നു. അവിടെ മരണപ്പെട്ടു പോയവരോ അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഘട്ടത്തിലൊക്കെ മരണപ്പെട്ടു പോയവരൊഴികെ ബാക്കി എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കലക്ടർ വ്യക്തമാക്കിയത്. ജില്ലയിൽ 418 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ഇതിൽ 121 വൾണറബിൾ പോളിംഗ് സ്റ്റേഷനുകളായാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ അധിക സുരക്ഷയും മൈക്രോ ഒബ്സർവർമാരുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റൂറൽ ജില്ലയിൽ 12ഉം സിറ്റിയിൽ 9ഉം അങ്ങനെ ആകെ ജില്ലയിൽ 21 കമ്പനി സായുധ സേനാ വിഭാഗവും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുമായി എത്തിയിട്ടുണ്ട്. പോളിംഗ് ക്രമക്കേടുകൾ തടയാനുള്ള കർശന നടപടികൾ ജില്ലയിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ട്. വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ മെഡിക്കൽ സേവനം ഒരുക്കിയിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ വോട്ടർമാർക്ക് ചൂട് അവരെ ബാധിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ തയ്യാറായിരിക്കുന്നു. വോട്ടർമാർക്കോ ഉദ്യോഗസ്ഥർക്കോ ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകൾ നൽകാനൊക്കെയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. 10,565 പേരാണ് കണ്ണൂർ ജില്ലയിൽ മൊത്തം ഇപ്പോൾ അവരുടെ വോട്ട് ഫ്രം ഹോം സംവിധാനം ഉപയോഗിച്ച് വോട്ട് ചെയ്തിട്ടുള്ളത്. 10,960 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരുന്നത്. അതിൽ 10,565 പേർ വോട്ട് ചെയ്തിരിക്കുന്നു. 291 പേർ ഭിന്നശേഷി
വിഭാഗക്കാരാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും നടത്തിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്ന തടയാൻ ജില്ലയിലെ മുഴുവൻ സ്റ്റേഷനുകളിലും നല്ല സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സജ്ജീകരണങ്ങൾ ഇവിടെ നടപ്പിലാക്കിയെന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അധികൃതരും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്യുന്നു. സുഗമമായൊരു പോളിംഗ് കണ്ണൂരിൽ ഉണ്ടാകും. കണ്ണൂർ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറെ കൂടി പ്രശ്നസാധ്യതയുള്ള ഒരു ഇടമാണ് എന്നൊരു വിലയിരുത്തൽ കമ്മീഷന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അധിക സുരക്ഷ വേണം എന്നൊരു നിലപാട് നേരത്തെ തന്നെ കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസ് പെട്രോളിംഗ് പാർട്ടികളുടെ എണ്ണം കൂടുതലാണ്. ഒപ്പം തന്നെ ഈ സ്ട്രൈക്കിംഗ് ഫോഴ്സ് പെട്ടെന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെ എത്താനും അതിന് വേണ്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെയുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ സേവനം ഒക്കെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും. അങ്ങനെ ഇത്തവണ കണ്ണൂരിൽ വളരെ സുഗമമായ ഒരു വോട്ടിംഗ് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അശ്വതി, അതാണ് മനു ഭരത്താണ് കണ്ണൂരിൽ നിന്നും വിശദ വിവരങ്ങൾ നൽകി. എന്തായാലും എല്ലാ രീതിയിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കണ്ണൂർ ഒരു